എല്ലാവർക്കും സൂക്കോ PSCയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 8/2/2025 നടന്ന 10th പ്രിലിമിനറി 4ാം ഘട്ട പരീക്ഷയിൽ ചോദിച്ച ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വിത്തൗട്ട് ഫർദർ അഡു ലെറ്റ് സ്റ്റാർട്ട്. ആദ്യ ചോദ്യം, ലിഗ്നോസാറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ലോകത്തിലെ ആദ്യത്തെ തടികൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണിത്. തടികൊണ്ട് നിർമ്മിച്ച ലോകത്തെ ആദ്യത്തെ ഉപഗ്രഹമാണ് ലിഗ്നോസാറ്റ്. ജപ്പാനാണ് ഈ ബഹിരാകാശ നേട്ടത്തിന് പിന്നിൽ. ലിഗ്നോസാറ്റ് പ്രോബ് എന്ന പേരിട്ടിരിക്കുന്ന പേടകം മാഗ്നോളിയ മരം ഹൊനോക്കി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ക്യോട്ടോ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞരും തടിക്കമ്പനിയായ സുമിട്രോമ ഫോറസ്ട്രിയും ചേർന്നാണ് ഉപഗ്രഹം നിർമ്മിച്ചത്. മരം കൊണ്ടുള്ള പാനലുകളുള്ള സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ചെറിയ ഉപഗ്രഹമായ ലിഗ്നോസാറ്റ് 10 സെൻറ്റിമീറ്റർ നീളമുള്ള പാനലുകളുണ്ട്. 900 ഗ്രാമാണ് ഭാരം. തടി കൊണ്ട് നിർമ്മിച്ച ലോകത്തെ ആദ്യത്തെ ഉപഗ്രഹമാണ് ലിഗ്നോസാറ്റ്. അടുത്ത ചോദ്യം, ലോക നഗര ദിനത്തിൽ യുനെസ്കോ 2023 പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരം? ഉത്തരം ഓപ്ഷൻ ഡി, കോഴിക്കോട്. കോഴിക്കോട് ഇനി മുതൽ യുനെസ്കോ സാഹിത്യ നഗരം എന്നറിയപ്പെടും. ഇന്ത്യയിൽ സാഹിത്യ നഗരം എന്ന പദവി ലഭിക്കുന്ന ആദ്യ നഗരമായി കോഴിക്കോട് മാറി. 2023 ഒക്ടോബർ 31 കോഴിക്കോടിനെ സാഹിത്യ നഗരമായി യുനെസ്കോ അംഗീകരിച്ചത്. ആനക്കുളം സാംസ്കാരിക നിലയമാണ് സാഹിത്യ നഗര കേന്ദ്രമായി മാറുന്നത്. കോഴിക്കോടാണ് യുനെസ്കോ അംഗീകരിച്ച കേരളത്തിലെ സാഹിത്യ നഗരം. അടുത്ത ചോദ്യം, തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ, സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞം. കേരളത്തിൽ കുടുംബശ്രീ ഇതുവരെ നടത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പരിശീലന പരിപാടിയാണ് തിരികെ സ്കൂളിലേക്ക് ക്യാമ്പയിൻ. വിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ചാണ് കുടുംബശ്രീ പരിപാടി നടപ്പിലാക്കിയത്. കുടുംബശ്രീ അംഗങ്ങളുടെ ശാക്തീകരണമാണ് കുടുംബശ്രീ മിഷൻ ഇതിലൂടെ പ്രധാനമായി ലക്ഷ്യമിടുന്നത്. കുടുംബശ്രീ സ്ത്രീകളിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക, ഉപജീവന പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക, സ്ത്രീ പദവി ഉയർത്തുന്നതിന് സഹായകമാകുന്ന കാഴ്ചപ്പാട് സൃഷ്ടിക്കുക എന്നിവയും ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നു. സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞമാണ് തിരികെ സ്കൂളിലേക്ക് ക്യാമ്പയിൻ. അടുത്ത ചോദ്യം, രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേര്? ഉത്തരം ഓപ്ഷൻ ഡി, ഗണതന്ത്ര മണ്ഡപം. രാഷ്ട്രപതി ഭവനിലെ 2 പ്രധാന ഹാളുകളുടെ പേര് പ്രസിഡന്റ് ദ്രൗപദി മുർമു പുനർനാമകരണം ചെയ്തു. ദർബാർ ഹാൾ ഇനി മുതൽ ഗണതന്ത്ര മണ്ഡപം അഥവാ റിപ്പബ്ലിക് ഹാൾ എന്നും അശോക് ഹാൾ ഇനി മുതൽ അശോക് മണ്ഡപം എന്നും അറിയപ്പെടും. ദേശീയ അവാർഡ് ദാന ചടങ്ങുകൾ പോലുള്ള പ്രധാന ചടങ്ങുകളുടെയും ആഘോഷങ്ങളുടെയും വേദിയാണ് ദർബാർ ഹാൾ. അശോക് ഹാൾ യഥാർത്ഥത്തിൽ ഒരു നൃത്തവേദിയായിരുന്നുവെന്ന് രാഷ്ട്രപതി ഭവൻ പ്രസ്താവനയിൽ പറഞ്ഞു. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേരാണ് ഗണതന്ത്ര മണ്ഡപം. അടുത്ത ചോദ്യം, നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ? ഉത്തരം ഓപ്ഷൻ സി, ശ്രീ വി ഹരിനായർ. മുൻ നിയമ സെക്രട്ടറി വി ഹരിനായരാണ് സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. 2005 ഡിസംബർ 19 സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. മുഖ്യ വിവരാവകാശ കമ്മീഷണറും 5 സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരും ഉൾപ്പെടുന്നതാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. മുൻ നിയമ സെക്രട്ടറി വി ഹരിനായർ, സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം നടന്നത്? ഉത്തരം ഓപ്ഷൻ ബി, NH-66 മുംബൈ ഗോവ. മുംബൈയെ ഗോവയുമായി ബന്ധിപ്പിക്കുന്ന NH-66 ഒരു സെക്ഷനാണ് ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്ലാഗ് റോഡ്. സ്റ്റീൽ മന്ത്രാലയവുമായി പ്രമുഖ സ്റ്റീൽ നിർമ്മാണ കമ്പനികളുമായും സഹകരിച്ച് ന്യൂഡൽഹിയിലെ സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CRRI വികസിപ്പിച്ചെടുത്ത നൂതന സ്റ്റീൽ സ്ലാഗ് റോഡ് സാങ്കേതികവിദ്യ. സ്റ്റീൽ ഉൽപ്പാദന വേളയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യമായ സ്റ്റീൽ സ്ലാഗ് ഉപയോഗിച്ച് കൂടുതൽ കരുത്തുറ്റതും
ഈടുനിൽക്കുന്നതുമായ റോഡുകൾ നിർമ്മിക്കുന്നതിനുള്ള ഒരു നൂതന രീതിയാണ് സ്റ്റീൽ സ്ലാഗ് റോഡ് സാങ്കേതികവിദ്യ. ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റീൽ സ്ലാഗ് റോഡാണ് മുംബൈ ഗോവയുമായി ബന്ധിപ്പിക്കുന്ന NH-66. അടുത്ത ചോദ്യം, കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, വയോമധുരം. വയോജനങ്ങൾക്ക് ആരോഗ്യ പരിപാലനത്തിനായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് വയോമധുരം. സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് വയോമധുരം. 60 വയസ്സ് കഴിഞ്ഞ BPL വരുമാന പരിധിയിൽ ഉൾപ്പെട്ടവർക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും. BPL വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് വയോമധുരം. 10th പ്രിലിമിനറി 4ാം ഘട്ട പരീക്ഷയിൽ ചോദിച്ച ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും സൂക്കോ PSCയുടെ നന്ദി, നമസ്കാരം.